നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,479ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 കന്നിമാസം 10-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 4-ാം തീയതി. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. അത് രാവിലെ 9:33 വരെ ആണ്. തുടർന്ന് പഞ്ചമിയാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ്. അത് രാത്രി 10:09 വരെയുള്ള സമയത്താണ് വിശാഖം നക്ഷത്രമുള്ളത്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. രാവിലെ 9:33 വരെയുള്ള സമയത്താണ് വിഷ്ടികരണമുള്ളത്. നിത്യയോഗം വരുന്നത് വിഷ്കംഭനാമ നിത്യയോഗം 10:50 വരെയുള്ള സമയത്ത് രാത്രി വിഷ്കംഭനാമ നിത്യയോഗമാണ്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേല തന്നെയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വെള്ളി ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:16:12 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:14:10 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും മാറുന്തോറും ഉണ്ടാകുന്നതാണ്. ഇന്ന് ദിനമാനം വരുന്നത് 11 മണിക്കൂർ 57 മിനിറ്റ് 58 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ 10:45 മുതൽ 12:15 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 7:45 തുടങ്ങി 9:15 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:14 മുതൽക്ക് 4:44 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജ്യങ്ങളായിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:51 തുടങ്ങി 12:13 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യഭാഗം വർജിച്ചിട്ട് 12:17 മുതൽക്ക് 12:39 വരെയുള്ള സമയത്താണ്. 11:51 മുതൽക്ക് 12:39 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. മധ്യത്തിൽ 4 മിനിറ്റ് മധ്യം വർജിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് മീനം കൂറുകാർക്കാണ്. പൂരുരുട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭമല്ല. പുതിയ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക്, അതുപോലെ യാത്ര, ഇതൊക്കെ പ്രധാനപ്പെട്ട യാത്ര ഇവയൊക്കെ ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശില്പ സംബന്ധമായിട്ടുള്ളത്, ആഭരണമുണ്ടാക്കുക, രഥാദി വാഹനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക, ഇതിനൊക്കെയും ആണ് ഇത് നല്ലത്. ഔഷധ സേവയ്ക്കും നല്ലതാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വിശാഖം നക്ഷത്രം അനുകൂലമല്ല. തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. ശുഭകർമ്മങ്ങൾക്ക് എല്ലാത്തിനും തന്നെ ഈ ചതുർത്ഥി വർജ്യമാണ്. ശത്രുവധം അഥവാ ശത്രുദമനം, വിഷ, അഗ്നി, ശസ്ത്രം ഈ വസ്തുക്കളെ തമ്മിൽ സംയോജിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ചതുർത്ഥി തിഥി ഉപയോഗിക്കാറുള്ളത്. നമസ്കാരം.